അറിയാവുന്ന ജോലിയിൽ ഏർപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ചൂരൽമലയിലെ രമ്യയും രേവതിയും. ദുരിതബാധിതർക്കായി മേപ്പാടി ക്യാമ്പിലേക്ക് എത്തുന്ന വസ്ത്രങ്ങൾ ഷെയ്പ്പ് ചെയ്ത് നൽകുകയാണിവർ. ഇപ്പോൾ ഇവർക്ക് ആവശ്യം നല്ല തയ്യൽ മെഷീനുകളാണ്. എല്ലാം നഷ്ടപ്പെട്ട് എത്രയോ മനുഷ്യരാണ് വയനാട്ടിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവർക്കായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ എത്തുന്ന വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിന് പാകമുള്ളതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ എത്തുന്ന വസ്ത്രങ്ങൾ അവർക്ക് പാകത്തിലാക്കി അവർക്ക് ഷെയ്പ്പുള്ളതാക്കി നൽകുകയാണ് ക്യാമ്പിൽ വെച്ച് രണ്ട് ആളുകൾ. രണ്ടുപേരും ചുരൽമലക്കാരാണ്. രമ്യ ചേരുന്നു. രമ്യ ചുരൽമലയിൽ നിന്നാണല്ലേ? അതെ അതെ, ചുരൽമലയിലാണ് എൻ്റെ വീട്. ഞാൻ ഈ പ്രളയത്തിൽ വീടൊക്കെ നഷ്ടപ്പെട്ട് വന്നതാണ്. നമുക്ക് ഡ്രസ്സുകൾ കൊണ്ടുവരുന്നുണ്ട് ഓരോ ഭാഗത്തുനിന്ന്. അവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഡ്രസ്സ് ഇട്ടിട്ട് അവർക്ക് പറയാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ സെറ്റർ ഇട്ടിട്ട് നടക്കുക. അപ്പോൾ അത് കാണൂല, നമുക്ക് ശരീരത്തിന് ബോഡിക്ക് അനുസരിച്ചുള്ളതല്ലാത്തത് കൊണ്ട് അങ്ങനെ അവരത് അങ്ങനെ കുറേ പേരെ ഞാൻ കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഇവിടെ പഞ്ചമിയിലാണ് താമസം. അവൾക്ക് എന്തോ ഇതേപോലെ എന്നെ പോലെ ചിന്തിച്ചതായിരിക്കും. അപ്പോൾ അവൾ മിഷ്യൻ കൊണ്ടുവന്നാണ്. ഞാൻ അവരോട് പോയി സംസാരിച്ച് ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഡൽഹിയിലുള്ളൊരു സംഘടന വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അവളെ ഫ്രണ്ടിൻ്റെ മിഷ്യനും കൊണ്ടാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് മിഷ്യൻ ഇല്ല എന്നുള്ളത് അറിഞ്ഞിട്ട് അവർ അവളെ കൂട്ടിയിട്ട് പോയി കൽപ്പറ്റ പോയി ഒരു മിഷ്യനും അതിന് വേണ്ട സാധനങ്ങളെല്ലാം അവർ സംഘടിപ്പിച്ച് തന്നു. ഇവിടുത്തെ HM സാറ് ഞങ്ങളോട് പറഞ്ഞാൽ ഇവിടെ സ്കൂളിൽ മിഷ്യൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമോയെന്ന് അറിയില്ല, നിങ്ങൾ ഒന്ന് എടുത്ത് തയ്ച്ച് നോക്കാം. ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് ഭയങ്കര സ്ട്രെയിൻ. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പാണ് മിഷ്യൻ. അത് കുറച്ച് ഓടും, പിന്നെ സ്റ്റക്കാവും, പിന്നെ നൂല് പൊട്ടുക, ബോബിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി. ആളുകളോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ മറക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും നമുക്ക് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് പുറത്തേക്ക് വരണം. നമ്മളിനി മുന്നോട്ട് ജീവിക്കണമല്ലോ. അപ്പം ഞാൻ ഇവളെയും കൂടി എൻ്റെ കൂടെ കൂട്ടിയതാണ്. ബേക്കറിയിലാണ് വർക്ക് ചെയ്യണത്, പക്ഷെ അവളും തയ്യലിൻ്റെ യൂണിറ്റ് ഭാഗമായിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണല്ലേ ഈ നിമിഷത്തിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാം പോയി നിൽക്കുമ്പോൾ നമ്മൾ ടെൻഷനാണല്ലോ. അപ്പം ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വീട് മൊത്തമായിട്ട് പോയതുകൊണ്ട് മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വീട്ടിൽ. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയതുകൊണ്ട് എല്ലാം പോയി. രേവതിയുടെ വീടും ചുരൽമല തന്നെയാണ്. ചുരൽമല വില്ലേജ് റോഡിലാണ് എൻ്റെ വീട്. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒക്കെ കഴിഞ്ഞ് പുതിയ വീട് കെട്ടിയതാ. പഞ്ചായത്തിൻ്റെ ബേസിലൊക്കെ ലോണും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട് കെട്ടിയതാണ്. അപ്പം എല്ലാം അങ്ങ് പോയി നിൽക്കുന്നൊരു ടെൻഷനിലായിരുന്നു. അപ്പോഴേ രമ്യേച്ചി വിളിക്കും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നീ വായോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ആധുനിക മിഷ്യൻ അല്ലെങ്കിൽ ഈ തയ്യൽ മിഷ്യൻ, ഒരു നല്ല മിഷ്യൻ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇവർക്കുള്ളത്. കാരണം ഇപ്പോഴുള്ളത് തുരുമ്പെടുത്ത സ്കൂളിൽ ഉണ്ടായിരുന്ന പഴയ മിഷ്യനുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പുതിയ മിഷ്യനാണ് വേണ്ടത്. ഇവരെ ചേർത്ത് പിടിക്കേണ്ട നമ്മൾ തന്നെയാണ് അതിന് വഴി കണ്ടെത്തേണ്ടതും. മനു ദാമോദരനൊപ്പം വിപിൻ C വിജയൻ, 24 വയനാട്. പല പ്രേക്ഷകർ നമ്മുടെ ഇവിടെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, നമുക്ക് കുറേ വസ്ത്രങ്ങൾ അവിടെ എത്തിക്കാനുണ്ട്, അതുപോലെ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ. ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കാൻ സർക്കാർ ഏർപ്പാടായി. മാത്രമല്ല ആവശ്യത്തിനുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ അവിടെ എത്തിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് തയ്യൽ മെഷീൻ അവിടെ എത്തിച്ചു കൊടുത്താൽ, എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചാൽ അത് എത്തിച്ചു കൊടുക്കാൻ ആളുകൾ തയ്യാറായാൽ കുറച്ചുകൂടി നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.